കേരള ചരിത്രത്തിൽ ഇത്രയധികം പ്രാധാന്യമുള്ള ഒരു മുനിസിപ്പാലിറ്റി വേറെ ഉണ്ടോ എന്നുള്ളത് വളരെ സംശയമാണ്. ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടേ വളരെ പ്രൗഢിയുള്ള ഒരു പ്രദേശം, ഒരു നഗരമാണ് തലശ്ശേരി. ഈ അറബിക്കടലിൻ്റെ ഓളങ്ങൾക്ക് പറയാൻ കഥകളേറെയുണ്ട്. മലബാറിൻ്റെ മണ്ണിലേക്ക് ലോകത്തെ വിളിച്ചു വരുത്തിയ ചരിത്രമുറങ്ങുന്ന ഒരു തീരത്തെക്കുറിച്ചുള്ള കഥ, അത് തലശ്ശേരിയുടെ കഥയാണ്. തലശ്ശേരി വെറുമൊരു പട്ടണമല്ല, നൂറ്റാണ്ടുകളോളം വാണിജ്യ സ്ഥിരാകേന്ദ്രമായിരുന്ന ഒരു തുറമുഖ നഗരം തന്നെയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ വരവോടെ തലശ്ശേരി ആഗോള ഭൂപടത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കുരുമുളകും ഏലവും തേടി കടലുകൾ താണ്ടിയെത്തിയ കപ്പലുകൾ തലശ്ശേരിയുടെ തീരത്താണ് നങ്കൂരമിട്ടത്. ഇവിടുത്തെ കടൽക്കാറ്റിൽ ഉപ്പിൻ്റെ മണത്തിനൊപ്പം സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഗന്ധവും അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ഏകദേശം 116 വർഷങ്ങൾ പഴക്കമുള്ള ഒരു പാലമാണിത്, കടൽപ്പാലമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്തിൻ്റെ ബാക്കി പത്രമായി ഇന്നും ഈ കടൽപ്പാലം ഇവിടെ നിലനിൽക്കുകയാണ്. ഒരു കാലത്ത് കുരുമുളകും ഏലവും സുഗന്ധവ്യഞ്ജനങ്ങളും നിറച്ച ചാക്കുകൾ കപ്പലുകളിലേക്ക് കയറ്റിയിരുന്ന തിരക്കേറിയ പഴയ തലശ്ശേരിയുടെ ഒരു മുഖമായിരുന്നു ഈ പാലം. ഇവിടുത്തെ ഓരോ കല്ലിലും അന്നത്തെ കച്ചവടക്കാരുടെ വിയർപ്പും കപ്പലുകളുടെ വിസിൽ ശബ്ദവും ഒളിഞ്ഞിരിപ്പുണ്ട്. ഇന്ന് ആ കപ്പലുകളില്ല, വാണിജ്യത്തിൻ്റെ ആരവങ്ങളില്ല. പകരം സന്ധ്യാസമയത്ത് കടൽക്കാറ്റ് ആസ്വദിക്കാനെത്തുന്നവരുടെ ചിരിയും സംസാരവുമാണ് ഇവിടെയുള്ളത്. എൻ്റെ ചെറുപ്പകാലത്ത്, അതായത് ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ്, ആ പാലത്തിൻ്റെ മുകളിലൂടെ ഞങ്ങൾക്ക് ആ കടൽ വരെ അങ്ങ് വരെ പോയത്, അറ്റം വരെ പോയത്. ഇപ്പോൾ അതിന് എലോഡില്ല, കാരണം ആ പാലം പൂർണ്ണമായും ഒരു തകർന്ന അവസ്ഥയിലാണ്. തലശ്ശേരിയുടെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഈ തലശ്ശേരി കോട്ട. 1708, അതായത് 300 വർഷങ്ങൾക്ക് മുമ്പ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തന്നെയാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സുഗന്ധ വ്യഞ്ജനങ്ങളും ഏലം, കുരുമുളക്, കാപ്പി ഇതൊക്കെ കയറ്റുമതി ചെയ്യുന്നത് ഈ തുറമുഖം വെച്ചാണല്ലോ, തലശ്ശേരി തുറമുഖം വെച്ചാണല്ലോ. അപ്പോൾ അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇങ്ങനെ ഒരു കോട്ട ഈ കടലിന് അഭിമുഖമായി തന്നെ പണിതത്. മൈസൂർ രാജാവായ ടിപ്പു സുൽത്താൻ മലബാർ ആക്രമിക്കുന്ന കാലത്ത് ബ്രിട്ടീഷുകാരുടെ പ്രധാന അഭയ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ഈ കോട്ട. ഈ കോട്ടയുടെ വിശാലമായ മതിലും ചുറ്റുമതിലും ഈ കോട്ടയിൽ നിന്ന് കടലിലേക്ക് ഉണ്ട് എന്ന് പറയപ്പെടുന്ന രഹസ്യ തുരങ്കങ്ങളൊക്കെ അന്ന് ബ്രിട്ടീഷുകാരെ ഒരുപാട് സഹായിച്ചു. ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ കോട്ടയുള്ളത്. എൻ്റെ പിറകിലായി നിങ്ങളീ കാണുന്നതാണ് ആംഗ്ലിക്കൻ ചർച്ച്, സെൻറ്റ് ആംഗ്ലിക്കൻ ചർച്ച്. അതായത് 150-180 വർഷത്തോളം, 180ഓളം, അതായത് 180ഓളം വർഷങ്ങൾ പഴക്കമുള്ള ഒരു ചർച്ചാണിത്, സെൻറ്റ് ആംഗ്ലിക്കൻ ചർച്ച്. നമുക്ക് കാണാം യൂറോപ്യൻ ശൈലിയിലുള്ള, ഗോത്തിക് റിവൈവൽ ശൈലിയിലുള്ള വളരെ പ്രൗഢമായിട്ടുള്ളൊരു നിർമ്മിതിയാണ്. എൻ്റെ ചുറ്റും കാണുന്ന കല്ലറുകളിൽ അധികവും ബ്രിട്ടീഷുകാരുടേതാണ്. കാരണം അന്ന് തലശ്ശേരിയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ ഭരണം നടക്കുമ്പോൾ ഇവിടെ താമസിച്ചിട്ടുള്ള പല ബ്രിട്ടീഷുകാർ മരണപ്പെട്ടപ്പോൾ ഇവിടെ തന്നെ അടക്കം ചെയ്യാനുണ്ടായിരുന്നു. അതിൽ പല ബ്രിട്ടീഷുകാരുടെയും കല്ലറുകളാണ് പല രൂപത്തിലായിട്ട് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത്.
ഒരു വൃത്താകൃതിയിലുള്ള കല്ലറ ഇവിടെ കാണുന്നുണ്ട്. ഈ കല്ലറ ലോകത്ത് തന്നെ അപൂർവം കല്ലറകളിലൊന്നാണ് ഈ രൂപത്തിലുള്ള കല്ലറ എന്നാണ് പറയപ്പെടുന്നത്. അത് കാണുന്നൊരു സ്ഥലമാണ് നമ്മുടെ തലശ്ശേരി. ലോകത്ത് തന്നെ വളരെ അപൂർവമായിട്ടുള്ള വൃത്താകൃതിയിലുള്ള കല്ലറ കാണാൻ കഴിയുന്ന ഒരു സ്ഥലം നമ്മുടെ തലശ്ശേരിയാണ്. അതുപോലെ ബ്രണ്ണൻ കോളേജ് സ്ഥാപകനായിട്ടുള്ള എഡ്വേർഡ് ബ്രണ്ണന്റെ കല്ലറ സ്ഥിതി ചെയ്യുന്നതും ഈ സെമിത്തേരിയിലാണ്. അതിൽ ക്രിക്കറ്റ് കളിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടുള്ളൊരു ചരിത്ര സ്ഥലമാണ് തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയം. 1802 സർ ആർതർ വെല്ലസി എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രിക്കറ്റ് കളിക്ക് തുടക്കം കുറിക്കുന്നത് ഈ ഗ്രൗണ്ടിലാണ്, തലശ്ശേരിയിൽ ഈ ഗ്രൗണ്ടിലാണ്. അതിൻ്റെ 200ാം വാർഷികം 2022 ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഏകദിന ക്രിക്കറ്റ് മത്സരം നടന്നതും ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. അങ്ങനെ ചരിത്രത്തിൻ്റെ താളുകൾ പറിച്ചു നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ക്രിക്കറ്റ് കളിയെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ടുള്ളൊരു പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു നാടാണ് തലശ്ശേരി. ഓവർബറി എന്ന് പറയുന്ന ഒരു സായിപ്പ്, അതായത് തലശ്ശേരിയിലെ ബ്രിട്ടീഷ് ജഡ്ജിയായിരുന്ന ഓവർബറി എന്ന് പറയുന്ന ഒരു സായിപ്പ് ഈ കടലിന്റെ തീരത്ത്, അതായത് ഈ അറബിക്കടലിന്റെ തീരത്ത് ഈ കുന്നിൻ മുകളിലായിട്ട്, അതായത് ഇവിടെ കാണുന്ന കുന്നുണ്ടല്ലോ, ഈ കുന്നിൻ മുകളിലായിട്ട് ഒരു വിനോദസഞ്ചാര കേന്ദ്രം നിർമ്മിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷേ ഓവർബറിക്ക് ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. വാസ്തുവിദ്യാശാസ്ത്രപരമായി ഫോളി എന്ന് പറയുന്നത് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയ നിർമ്മിതിക്ക് ഫോളി എന്നാണ് പറയുന്നത്. ഓവർബറിക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയ ഒരു പദ്ധതി, അതായത് ഓവർബറിയുടെ അപൂർണമായ ഒരു സ്വപ്നം എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് ഈ പാർക്കിന് പിന്നീട് ഓവർബറീസ് ഫോളി എന്ന പേര് നൽകപ്പെട്ടത്. വളരെ കൗതുകരമായ ഒരു പേരാണിത്. പക്ഷെ പിന്നീട് കേരള സർക്കാർ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ഈ പാർക്ക് നവീകരിക്കുകയും ഇവിടെ വളരെ നല്ല രീതിയിൽ സൂര്യാസ്തമയമൊക്കെ ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കടലിൻ്റെ മടിത്തട്ടിലായി ആ കാണുന്ന പച്ചത്തുരുത്താണ് ധർമ്മടം തുരുത്ത്. വേലിയിറക്കങ്ങളുള്ള സമയത്ത് കടലിലൂടെ നടന്ന് സഞ്ചരിച്ചുകൊണ്ട് ആ ദ്വീപിലേക്ക് ചെല്ലാൻ കഴിയും. 5 ഏക്കർ വിസ്തൃതിയിൽ സമുദ്രത്തിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ ദ്വീപ് ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചുകളിൽ ഒന്നാണ് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച്. ഏകദേശം 4 കിലോമീറ്ററോളം കടൽ തീരത്ത് കൂടി സൂര്യാസ്തമയം ആസ്വദിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ ഈ ബീച്ചിൽ സാധിക്കും. ഡ്രൈവിംഗ് ബീച്ചിനോട് തൊട്ടുചേർന്ന് തന്നെ വളരെ നീളത്തിലുള്ള, അതായത് ഏകദേശം ഡ്രൈവിംഗ് ബീച്ചിന്റെ അതേ ദൂരം തന്നെയുള്ള ഒരു വാക്ക് വേ. ഇന്നത്തെ ഈ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. തലശ്ശേരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഇനിയും ഒരുപാടുണ്ട്. കുണ്ടട്ട് ബംഗ്ലാവുണ്ട്, മാളിയേക്കൽ ഹൗസ് ഉണ്ട്, ഓടത്തിൽ പള്ളിയുണ്ട്, ശ്രീരാമശ്രാമ ക്ഷേത്രമുണ്ട് തിരുവങ്ങാടുള്ള. അങ്ങനെ ഒരുപാട് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ തലശ്ശേരിയിൽ ഇനിയുണ്ട്. തലശ്ശേരിയിലെ ഭക്ഷണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഏകദേശം അതിനുമായിട്ട് ഒരു വ്ലോഗ് ചെയ്തിരുന്നു. ഭക്ഷണ വൈവിധ്യങ്ങൾ തലശ്ശേരിയിലുള്ള. തൽക്കാലം ഞാൻ ഈ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ യാത്രാ വിവരങ്ങളുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, നിങ്ങൾക്ക് തലശ്ശേരിയെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റിൽ എഴുതുക, രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ കമന്റിൽ എഴുതി അറിയിക്കാം. ഓക്കെ, ബൈ.